പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പഠിപ്പാൻ ദൈവം നൽകിയ ഈ സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സജ് ബ്രദർ പറഞ്ഞതുപോലെ ഇന്നു മുതൽ നമുക്ക് പുതിയ ഒരു സീരീസ് ഓഫ് സ്റ്റഡീസിലോട്ട് നമ്മൾ കടക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇനിയുള്ള ആ ഒരു സ്റ്റഡി കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു പ്രകാശനമാണ്. ദൈവത്തിൻ്റെ ഭൃത്യന്മാരെ കുറിച്ച് നമ്മുടെ വചനത്തിൽ ധാരാളം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അത് കേവലം ആ ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ പഠിക്കുന്നു എന്നതിലുപരിയായിട്ട് അവരിലൂടെ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താവശ്യം, നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ അത് എന്ത് ഒരു മാർഗനിർദ്ദേശം തരുന്നു. അതേപോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഒരു വഴി. ദൈവത്തിൻ്റെ വഴി, ആ കാര്യം നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പഠിപ്പിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം സാത്താനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ അതിന്റെ കാരണത്തിലോട്ട് കടക്കാം. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഈ വഴിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഒരു ഫണ്ടമെന്റൽ ടീച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതും ഉൾക്കൊള്ളിക്കേണ്ടതുമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം വഴിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജഡത്തിലാണ്. നമ്മൾ ഒരിക്കലും ജഡം എന്നുള്ള ആ ഒരു കാര്യം അതിനെ അവോയ്ഡ് ചെയ്തോ, ലോകം എന്നുള്ള കാര്യം അവോയ്ഡ് ചെയ്തോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജഡമില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് വിടുകയുള്ളൂ, അല്ലെങ്കിൽ ഡിപ്പാർട്ട് ആവുകയുള്ളൂ. ഈ ലോകത്തിൽ, ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോകവും ഉണ്ട്, അതിൻ്റെ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ്, ഹല്ലേലൂയ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ യേശുവുമായിട്ടുള്ള ആ ഒരു സഹവർത്തിത്വവും പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു രീതി, ആ ഒരൊറ്റ കാര്യം വെച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ലോകത്തെയും ജഡത്തെയും ബാക്കിയുള്ള സാഹചര്യങ്ങളെയും സാത്താനെയും ഒക്കെ ജയിക്കാൻ. അല്ലേ? അപ്പോ അതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് വഴി തന്നെയാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും, അല്ലെങ്കിൽ ഏതൊരു സ്റ്റെപ്പും, ഏതൊരു ഡിസിഷനും, ഏതൊരു ആക്ഷനും, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് തീരുമാനിക്കും, എന്ത് ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമോ, അതൊരു വഴിയാണ് ആക്ച്വലി. അത് ദൈവത്തിൻ്റെ വഴി ഒരു രീതിയുണ്ട്. അതല്ല, നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെതായ അല്ലാത്ത വഴികൾ വന്നു കഴിഞ്ഞാൽ അതും വഴി തന്നെയാണ്, പക്ഷെ അവിടെ സാത്താൻ മുതലെടുക്കും. അല്ലേ? നമുക്ക് ആ ഒരു കാര്യവും നമ്മൾ ഫണ്ടമെന്റലി, നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, നമുക്ക് ഈ വഴിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നമ്മളുടെ ഫസ്റ്റ് ആളുടെ ആ ജീവചരിത്രത്തിലോട്ട് കടക്കാം.
കാരണം ഇതൊരു ഫണ്ടമെന്റലി നമുക്ക് മനസ്സിലായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഞാൻ 1 മുതൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരാം. ഇത് ദൈവത്തിന് ഹിതമുള്ള, അല്ലെങ്കിൽ ദൈവം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഹോവ, ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ദൈവം ഇങ്ങനെ അല്ലെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യ പുത്രിമാരെ ഭാര്യമാരെ എടുത്തതും അതിന്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തിന് അത് താല്പര്യം ഉള്ള ഒരു കാര്യമല്ലായിരുന്നു. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഒരു കാര്യത്തിന് വേണ്ടി ഞാനത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇനിയും അടുത്ത 5-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്യമാണ്. ഇതേ വാക്യം തന്നെ, അല്ലെങ്കിൽ ഇതേ അർത്ഥം വരുന്ന വാക്യം തന്നെ ഈ പ്രളയത്തിന് ശേഷവും ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൽപ്പത്തിയുടെ 8-ാം അധ്യായത്തില് 21-ാം വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കില്ല. ഈ ബാക്കി അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിയേ: മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കില്ല. പക്ഷെ ഈ വാക്യം നോക്കുക: മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. അപ്പോ പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും ഈ ഒരു കാര്യത്തിന് മാറ്റം വന്നിട്ടില്ല. അതായത് മനുഷ്യനാണോ, ഇത് ഫണ്ടമെന്റലി എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മനുഷ്യനാണോ അവന്റെ മനോനിരൂപണം ശരിയല്ല, അത് ശരിയാക്കണത് ഒറ്റ ഓപ്ഷൻ, അത് യേശു ക്രിസ്തുവിലേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ശരിയല്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് എ ഫാക്ട്. ദൈവം പറഞ്ഞേക്കുന്ന, സർട്ടിഫൈ ചെയ്ത മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞേക്കുന്ന ഈ പ്രത്യേകിച്ച് 21-ാം വാക്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഒരു ആത്മകഥം പോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ അവിടെ എഴുതിയേക്കുന്നത്. വേറെ മനുഷ്യനൊന്നും പറഞ്ഞല്ല, ദൈവം തന്നെ പറഞ്ഞ. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്യുന്ന എഴുതിയേക്കണേ. അപ്പോ ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിയാണ്, ഇത് എപ്പോഴും ശരിയാണ്, സ്റ്റിൽ വാലിഡ്. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണ്. ഇത് ഫണ്ടമെന്റലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതെന്തുകൊണ്ടാണ് ഞാൻ അത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ നമുക്ക് തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് തിരിച്ച് 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവിടെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. 8-ാം വാക്യത്തിൽ ഇങ്ങനെ: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതിനുശേഷം 11-ാം വാക്യത്തിലൊന്ന് നോക്കുക. 11-ാം വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഇവിടെ എന്താ വഷളായ? ആക്ച്വലി ഫണ്ടമെന്റലി എന്താ സംഭവിച്ചേ? എല്ലാ മനുഷ്യരും സകല ജഡവും എന്താ പറ്റിയേ? അവന്റെ വഴി തെറ്റായ വഴിയിലാവും പോയെ.
സകല ജഡവും. അപ്പൊ ഇത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ബാധകമാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എത്തണം. ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ദൈവം പറയുന്നതാണ്, അവന്റെ തലയില് ദൈവത്തിന്റെ ഒരു സിസ്റ്റം വരാതെ അവന്റെ മനോനിരൂപണമൊക്കെ ദോഷമുള്ളത്. അതുകൊണ്ട് പൗലോസ് അത് തന്നെ പറഞ്ഞേക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിന്റെ ആ ചിന്തയോ ദൈവത്തിന്റെ സിസ്റ്റവുമായിട്ട് അത് ഒത്തുപോകില്ല. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഫണ്ടമെന്റലി പൗലോസും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അവന്റെ മനോനിരൂപണം ദൈവം തന്നെ പറഞ്ഞേക്കുന്നത്, പറഞ്ഞ് അത് ഈ ദൈവം പറഞ്ഞ ഇൻബേസ് അല്ലെങ്കിൽ പോലും ദൈവം പറഞ്ഞ സ്ഥിതിക്ക് അത് പിന്നെ അങ്ങനെ ആവും. അപ്പൊ പക്ഷെ ഏതായാലും ഇത് ദൈവം ഓൾറെഡി പറഞ്ഞതാണ്, സർട്ടിഫൈ ചെയ്തതാണ്. അപ്പൊ ഇത് അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മൾ എത്ര നല്ല ചിന്തിക്കുന്നു എന്ന് വെച്ചാലും അത് കറങ്ങി തിരിഞ്ഞ് ആ വഴിയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന വഴികളൊക്കെ അവസാനം നാശവഴിയാവും. അതുകൊണ്ടാണ് യേശു തന്നെ പറയുന്നത്, ഒരുപക്ഷെ അവൻ ഈ ഈ ലോകം മൊത്തം നേടും, പക്ഷെ അവൻ ആത്മാവിനെ നേടാൻ പറ്റില്ല. അത് അവൻ ഒരു കാരണവശാലും അവൻ ഈ പറഞ്ഞ എന്തൊക്കെ ബുദ്ധി ഉപയോഗിച്ചാലും എന്തൊക്കെ കാര്യം ഉപയോഗിച്ചാലും ഒരു കാരണവശാലും അവന്റെ വഴി അവന് ശരിയാക്കാൻ പറ്റത്തില്ല. അത് ദൈവം തന്നെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം. പക്ഷെ ഇത് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ്ങിലൊക്കെ പറഞ്ഞ ഒരു അല്ലെങ്കിൽ പറ്റുന്ന ഒരു വലിയ പ്രശ്നം, ദൈവം എൻ്റെ ലൈഫില് വർഷങ്ങൾ എടുത്ത് എന്നെ പഠിപ്പിച്ച ഒരു വലിയൊരു കാര്യമാണിത്. അതായത് നമ്മളൊക്കെ എന്താ പറയുന്നത്, അതായത് പാപം ചെയ്യരുത്, അല്ലെങ്കിൽ പാപം മാറ്റി നിർത്തണം, അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാപം ഒഴിവാക്കണം, സാധനം ഉണ്ടാക്കണം. പക്ഷേ ഈ വഴിയുടെ കാര്യം, നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആലോചന ചോദിച്ചിട്ട് അത് ചെയ്യണമെന്നൊരു ഫണ്ടമെന്റൽ രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അതൊരു എക്സ്ട്രാ ഓർഡിനറി, അല്ലെങ്കിൽ അതൊരു ഒരു പ്രത്യേകമായ ഒരു ആത്മീയ സ്റ്റാറ്റസ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു സിസ്റ്റം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ, ഈ ദൈവത്തിന് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുകയും ആ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ പഠിപ്പീരില് ആ ഒരു സാധനം കാണാനേ ഇല്ല. ഇതിപ്പോ ദൈവം എന്നെ വർഷങ്ങളെടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാനത് പറയാൻ എനിക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നതാണ്. ഇനി ഇതൊന്നും നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊന്നും സമ്മതം, അല്ലെങ്കിൽ ഞാൻ വേറൊരു വാക്യം കാണിച്ചു തരാം. നമ്മൾ എല്ലായ്പ്പോഴും ഈ തിരുവത്താഴത്തിന് വായിക്കുന്ന യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തില് എവിടെ എഴുതിയിരിക്കുന്നു നോക്ക്, 6-ാം വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. അപ്പോ ഫണ്ടമെന്റലി എന്താ സംഭവിക്കണേ? ഒരു മനുഷ്യൻ തെറ്റിപ്പോവാന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കണേ? വെരി സിമ്പിൾ ആണ്. ദൈവത്തിന്റെ വഴിയിലല്ല അവൻ, അവന്റെ വഴിയില, താന്താന്റെ വഴിയാ, അല്ലെ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്ന സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു അവസ്ഥയാണ് ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെതല്ലാതെ നാം മാനുഷികമായ ഈ വഴി. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഈ ക്രിസ്ത്യൻ ലൈഫിൽ വേറൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം, അതിനുശേഷം നമ്മുടെ ലൈഫിൽ നടക്കുന്നതൊക്കെ ദൈവത്തിന്റെ വഴി ആയിരിക്കും എന്ന ഉള്ളൊരു ചിന്താഗതിയുണ്ട്. അതും തെറ്റാ, ടോട്ടലി തെറ്റാ. കാരണം ദൈവത്തിന്റെ ചിന്താഗതി അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ടേണിംഗ് പോയിന്റിലും ഓരോ കാര്യത്തിലും നമ്മൾ ദൈവത്തോട് കൺസൾട്ട് ചെയ്യണം. അല്ലേ? അങ്ങനെ കൺസൾട്ട് ചെയ്തില്ലെങ്കിൽ ബൈ ഡീഫാൾട്ടായിട്ട് നമ്മൾ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം. അതല്ല ബൈ ഡീഫാൾട്ടായിട്ട് ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു, പിന്നെ അതിന് ശേഷം അവന്റെ
ഫുൾ ചിന്താഗതിയും പരിശുദ്ധാത്മാവ് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ അത് എഴുതേണ്ട ആവശ്യം പോലുമില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ സിസ്റ്റം വേണമോ? നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, അപ്പാ, യസാമൻ, ഓരോ ഓരോ ടേണിംഗ് പോയിന്റിലും, ഓരോ മാർഗത്തിലും, അല്ലെങ്കിൽ ഓരോ യസാമൻ ഹല്ലേലൂയ സ്റ്റെപ്പിലും നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ പഠിപ്പീരിന്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഹല്ലേലൂയ സാധാരണ രീതിയിൽ നമ്മൾ, അതായത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഉള്ള ആളാണ്, പക്ഷെ എല്ലാ തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കില്ല. സ്വന്തം രീതിയിൽ മറ്റു മനുഷ്യർ ചെയ്യുന്ന പോലെ ചെയ്യും. പക്ഷെ അത് മരണവഴിയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ദൈവം ഇത്രയും പാടുപെട്ട, എന്നാൽ പിന്നെ ഈ 53 നോക്കിയേ, ഓരോരുത്തൻ താന്താന്റെ വഴി തിരിഞ്ഞു. അത് തന്നെയല്ലേ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യണേ. നമ്മൾ ഓരോ കാര്യം തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തോട് കൺസൾട്ട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കാറുണ്ടോ? കിട്ടിയാൽ കൊള്ളാം, നല്ലതെന്നൊക്കെയല്ലേ ഉള്ളൂ. നോ നോ നോ, ഐ വോണ്ട് സേ ദാറ്റ്. ഞാൻ പറയുന്നു, യേശു എന്നെ പഠിപ്പിച്ചനുസരിച്ച് പറയുന്നു, നമ്മുടെ എല്ലാ ഡിസിഷനും, എല്ലാ തീരുമാനവും, എവരി ടേണിംഗ് പോയിന്റ്, എവരി ഇൻസിഡന്റ് ഇൻ അവർ ലൈഫ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഗൈഡൻസ്. അതിന് ഒരു ശകലം പോലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല ദൈവത്തിന്റെ വഴിയാണ്. നമ്മുടെ പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണിത്. ഹല്ലേലൂയ. കാരണം ഇത് തന്നെ ഈ പഴയ നിയമത്തിൽ മുതൽ പുതിയ നിയമത്തിൽ യേശു വരെ വന്നതുപോലും ഒരു മെയിൻ ആയിട്ടുള്ള സാധനം എഴുതിയേക്കണം ഇവിടെ. ആടുകളെ പോലും തെറ്റിപ്പോയിരുന്നു, താന്താന്റെ വഴി തിരിഞ്ഞിരുന്നു. ഇവിടെ യേശു വന്നു, യേശുവിനെ വിശ്വസിക്കുന്നു, വിശ്വാസത്തിലും വന്നു, ആത്മാവുണ്ട്. പക്ഷെ എന്നാലും വഴിയുടെ കാര്യം വരുമ്പോൾ, തീരുമാനങ്ങളുടെ കാര്യം വരുമ്പോൾ യേശുവിനെ അടുപ്പിക്കത്തില്ല. അവന്റെ അതായത് അയാൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇതായിരിക്കും നല്ല സ്കോർ, അല്ലെങ്കിൽ ഇതായിരിക്കും നല്ല ജോലി, ഇതായിരിക്കും നല്ല കോഴ്സ്, അതായത് ഈ വീട്ടിലെ ബന്ധം കൊള്ളാം, ആ വീട്ടിലെ ബന്ധം കൊള്ളാം, ഈ രാജ്യം വളരെ ഗുഡാണ്, ഈ രാജ്യം അത്ര പോരാ, ഇവിടുത്തെ ജോലി ഭയങ്കരമാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതൊന്നും അല്ല ഇടപാട്. പരിശുദ്ധാത്മാവിന് വ്യക്തമായി 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 ഹല്ലേലൂയ നമ്മൾ ചോദിച്ച ഹല്ലേലൂയ കറക്റ്റായിട്ട് നമ്മളെ വഴി നടത്താൻ പറ്റും. ഇതൊരു ഫണ്ടമെന്റൽ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞ കാര്യം. ഫണ്ടമെന്റലി എല്ലാ വിശ്വാസികളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമാണ് യസാമൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴി ചോദിച്ച് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. കാരണം ഇവിടെ ആ വഴി ചോദിച്ചില്ലെങ്കിലുള്ള ആ ഒരു പ്രശ്നവും ഈ പ്രോവർബില് 1-ാം അധ്യായത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് ഇഗ്നോർ ചെയ്യാതെ നമ്മൾ വായിക്കേണ്ട ഒരു വാക്യമാണ്. സദൃശവാക്യം 1:23 മുതൽ താഴോട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. അവിടെ ശരിക്കും റൂഹയാണ്, സ്പിരിറ്റാണ്. എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇനി ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തുവല്ലോ, യഹോവ ഭക്തിയെ തെരഞ്ഞെടുത്തതുമില്ല. അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസന ഒക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ബലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു പ്രൈമറി ആയിട്ട് ഇത്രയും കാര്യം ഓർപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതാണ്. കാരണം വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രീതിയിലുള്ള വഴിയാണോ? പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലേ? ദൈവത്തോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ലേ? ഒരു
മിക്കവാറും കേസിൽ, അതായത് ഒരു പുതിയൊരു വിശ്വാസിയാണെങ്കിൽ മാത്രം ദൈവം ചിലപ്പം ഫോഴ്സ് ചെയ്ത് അവന്റെ ചിന്താഗതിയിൽ വല്ല സ്വാധീനിക്കുക എന്നുള്ള അല്ലാതെ, പ്രത്യേകിച്ച് പഴയ വിശ്വാസിയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ തെറ്റാനാണ് ചാൻസ്. കാരണം സാത്താൻ അവിടെ നമുക്ക് ഈ പറഞ്ഞ അലർട്ട്നെസ് ഇല്ലെങ്കിലും സാത്താൻ വളരെ അലർട്ടാണ് നമ്മളെ തെറ്റിക്കാൻ. അതേസമയം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ഏത് ഉറക്കത്തിൽ പോലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനകത്ത് ഏതൊരു ഡിസിഷനിലാണ് ടേണിംഗ് പോയിന്റ് ആണോ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, പറഞ്ഞേ പറ്റൂ. അത് ദൈവത്തിന്റെ സിസ്റ്റമാണ്. നമ്മളിവിടെ ഒരു ഒരു ആടിനെ വളർത്തിയാൽ അല്ലെങ്കിൽ ഒരു ആടും ഇടയിനും തമ്മിലുള്ള ബന്ധം ഒരു കമ്മ്യൂണിക്കേഷനിലാണ് ഫണ്ടമെന്റലി. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷന്റെ നിലവാരത്തിലോട്ട് നമ്മുടെ ആ ഒരു ആത്മീയ നിലവാരം ഉയരണം. ആ ഒരു നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എന്താണ് ശരിക്കും ഫണ്ടമെന്റലി പറയുന്നത്? അതായത് ആടുകള് ഈ അതായത് വാതിൽ തുറന്ന അകത്ത് ഇടയനെ കയറ്റിയ അവിടെ എഴുതിയേക്കുന്ന അടുത്ത ഏറ്റവും ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ ശബ്ദം കേൾക്കാനുള്ളതാണ്. ഇടയന്റെ ശബ്ദം സപ്പോസ് ആടുകൾ കേട്ടില്ല, ഇടയനുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ വല്ല കാര്യമുണ്ട് ക്രിസ്ത്യൻ ലൈഫ്? അപ്പൊ ആദ്യം തന്നെ ആട് ശബ്ദം കേൾക്കും. ആടും ഇടയനുമായിട്ട് നല്ലൊരു ഒരു സെറ്റ് ആയതിനു ശേഷമാണ് ഈ ഇടയൻ ആടിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകണം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകണം, ഓരോ തീറ്റിക്കാൻ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഓരോ ആ ഇടയന്റെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലോട്ട് മേയാൻ വിടുന്നത്. അപ്പൊ ഈ ഇടയൻ ഏതാണ്, ഇടയന്റെ വാക്ക് എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ഇടയനെ അവിടുന്ന് ഇറക്കാൻ പറ്റൂല. അല്ലേ? അപ്പൊ ഒരു ആടാണെങ്കിൽ ഇടയന്റെ ശബ്ദം കേട്ടേ പറ്റൂ. ഹല്ലേലൂയ. അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഓരോ കാര്യത്തിലും നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ശരിക്കും നമ്മൾ എന്താ പറയുക, ഓരോ വിശുദ്ധന്മാരെ ദൈവം നടത്തിയൊരു വഴിയുണ്ട്. അപ്പൊ ആ വഴിയുടെ കാര്യം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ ഈ മനുഷ്യർ ആള് ഇൻവോൾവ് ചെയ്ത വഴിയുണ്ട്, ഈ ആൾ ഇൻവോൾവ് ചെയ്യാതെ ദൈവം തന്നെ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ മാത്രം ഡിസിഷനിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന വഴിയുമുണ്ട്. ഹല്ലേലൂയ. ഓക്കെ. അതായത് ദൈവത്തിൻ്റെതായ ആ പവറിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ അത് ഇയാൾ ഇൻവോൾവ് ആവാൻ അല്ലായിരിക്കാം. പിന്നെ ഇയാളായിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീ വില്ലിൽ നമുക്ക് തെറ്റാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയിലും നടക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് കറക്റ്റ് വഴിയിൽ പോകുന്നൊരു രീതിയുമുണ്ട്. അല്ലേ? നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ മോശയുടെ തന്നെ ലൈഫ് വെച്ച് നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ: എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചവൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞങ്ങളുടെ ഇടയിൽ വെച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്തു നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കുവാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തോടുകൂടെ നടന്നു. അവൾ ഞങ്ങളുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നപ്പോൾ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തേണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ട് പോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. ഇത് മോശയുടെ ലൈഫിലെ ആ തുടക്കമായ ആ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ദൈവം
ഒരു പ്രത്യേകമായ ഒരു 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 വഴി ആമേൻ ഹല്ലേലൂയ മോശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയത് കാണാം. അവിടെ അതിനകത്ത് മോശയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്കോ ഒന്നും വലിയ കാര്യമായ ഫംഗ്ഷൻ ഇല്ല. പക്ഷെ അവിടെ ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശക്തി അവിടെ ആമേൻ വെളിപ്പെടുത്തിയ ഒരു വഴിയാണ്. കാരണം ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അതായത് ഫണ്ടമെന്റലി അവിടെ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തില് 9-ാം വാക്യം, അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപൊയ്ക്കളയുവാൻ സംഗതി വരാതിരിക്കേണ്ടത് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അപ്പോ ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വാക്യം നമുക്ക് മാനുഷികമായി ഭാഗികമായി തരുമ്പോൾ നോർമൽ ഒരു രാജ്യതന്ത്രം അല്ലെങ്കിൽ നോർമൽ ആയിട്ടൊരു രാജാവോ അല്ലെങ്കിൽ ഒരു ഫറവോൻ ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അതിന്റെ പുറകിൽ അങ്ങനെ ഒരു തോട്ട് ഈ അല്ലെങ്കിൽ ഈ ഫറവോന്റെ അതിന്റെ ആൾക്കാരുടെ ഇടയിൽ തോന്നിപ്പിച്ചതിന്റെ പുറകിൽ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. ഇനി അതിനുശേഷം നമുക്കറിയാം ഫറവോൻ സൂതികർമ്മിണികളോട് പറഞ്ഞു ആ കുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞു. അപ്പൊ അവരത് കേട്ടില്ല. അതിനുശേഷം ആൺപൈതങ്ങളെ ഒക്കെ നൈൽ നദിയിൽ ഇടാൻ പറഞ്ഞ ആ അവസ്ഥയിൽ ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണേ, അതിന്റെ ദൈവികമായ പദ്ധതി നോക്കണമേ, ദൈവികമായ വഴി നോക്കണമേ. ഹല്ലേലൂയ. അതായത് ബൈ ഡീഫാൾട്ട് ആയിട്ട് നോർമലി അവിടെ ഒരു ആണും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും അവിടെ ജീവനോടെ നിലനിൽക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഹല്ലേലൂയ അവൻ ഫറവോന്റെ കുടുംബത്തിൽ അവന്റെ ഹല്ലേലൂയ പുത്രിയാൽ ഹല്ലേലൂയ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ വഴി അവിടെ ഒരുക്കുന്നത്. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ ഒരു ചാൻസും ഇല്ല ഒരു ആൺകുഞ്ഞ് സ്പെയർ ആവൻ. പക്ഷെ ആ സമയത്താണ്, ആ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ വഴി കണ്ടോ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പുതിയ വഴി ചെറിയ വഴിയാണോ? ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ ആ കൊച്ചിനെ ആരെങ്കിലും തൊട്ടാ അവൻ വിവരം അറിയും. ഹല്ലേലൂയ. ഒരു മിസ്രയീം പോലെ തൊട്ടാ വിവരം അറിയും. ഹല്ലേലൂയ. കാരണം ആരാ? ഈ കൊച്ചിനെ ഈ കൊച്ചിന്റെ ഫുൾ സ്പോൺസർ ചെയ്തേക്കുന്നത് ഫറവോനാണ്. ഇന്നവേ ഹല്ലേലൂയ. അപ്പൊ അതായത് സാത്താൻ എത്ര വലിയ പ്രതികൂലോ തന്ത്രമോ നമുക്ക് വേണ്ടി എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരുക്കിയാലും ആ പ്രതികൂലത്തിൽ, ആ സാഹചര്യത്തിൽ അതിന്റെ നടുവിലൂടെ വഴിവെട്ടുന്ന ശ്രേഷ്ഠമായ വഴിവെട്ടുന്ന സാത്താന് തൊടാൻ പറ്റാത്തതെന്ന് മാത്രമല്ല ഹല്ലേലൂയ, ഒരു ഭയങ്കര റോയൽ പ്രിവിലേജിൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അത് ദൈവത്തിന്റെ വഴി. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. അതിന് ശേഷം ഹല്ലേലൂയ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ആ ഒരു കാര്യം ഞാൻ ഈ മോശയുമായി ബന്ധപ്പെട്ട ചില ആമേൻ കാര്യങ്ങൾ സൺഡേയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഞാനത് അധികം അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ അതിനുശേഷം ഈ പറഞ്ഞ മാതിരി മോശ ഈ അവൻ ഇപ്പോൾ അതായത് കുറച്ച് നാളും കഴിഞ്ഞതിന് ശേഷം അവനെ തിരിച്ച് ഈ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം ഈ മോശയുടെ ഈ പറഞ്ഞ 10-40 വർഷം അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ എല്ലാം പഠിച്ചു എല്ലാ കാര്യങ്ങളും നേടിയതിന് ശേഷം നമുക്ക് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മോശയുടേതായ ഹല്ലേലൂയ ആ ഒരു ശക്തിയിൽ അവന്റെ പവറിൽ ഹല്ലേലൂയ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത് അമ്പെ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കത് അറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സൺഡേയിൽ അത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഹല്ലേലൂയ. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു വാക്യം വായിക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മൾ കാണുന്നത്? മിദ്യാനിലെ പുരോഹിതന്, അതായത് മോശ എന്നിട്ട് മിദ്യാൻ ദേശത്തോട് ഓടിപ്പോയതിന് ശേഷം നമുക്ക് ആ വാക്യങ്ങളിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം പറയാത്തൊരു കാര്യം. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ റെഗുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. 19-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു മിസ്രൈമൻ
ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്ന് ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ സൺഡേ ഞാൻ പറഞ്ഞായിരുന്നുവല്ലോ. ഹല്ലേലൂയ. മോശ മിസ്രയീമിലെ എല്ലാ വിദ്യകളും പഠിച്ച്, എല്ലാ ആയോധന കലകളും പഠിച്ച്, ഹല്ലേലൂയ, മിദ്യാൻ എന്നുള്ള ദേശത്ത് പോയിട്ട് അവിടെ അവൻ ഒരു അഭയാർത്ഥി പോലെ ചെല്ലണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനാ. അവിടെ ആരും അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ പോലത്തെ അല്ലല്ലോ അന്നത്തെ അവസ്ഥ. ഇത് അറേബ്യൻ രാജ്യത്തെത്തി മിദ്യാൻ. അതിപ്പോഴും മിദ്യാൻ തന്നെയാണ് അവിടെ. അവിടെ ചെന്നിട്ട് അവിടെ അവിടുത്തെ ലോക്കൽസിനെ പേടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസ് ആണ് അവിടുത്തെ ഇടയന്മാര്, അവന്മാരെ പേടിപ്പിച്ചിട്ട് അവന്മാരെ തോപ്പിച്ചിട്ടാണ് അവൻ ഈ ഈ മിദ്യാൻ അല്ലെ ആ പുരോഹിതന്റെ പെൺമക്കളെ സഹായിച്ച്, അല്ലെങ്കിൽ അവർക്ക് വെള്ളം കോരി കൊടുത്തത്. അല്ലേ? അപ്പോ അവന്റെ ആ പവറിൽ അവൻ അത് ചെയ്തു. ഈ അവന്റെ പവറിൽ ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റി. ആ പ്രശ്നമാണ് എനിക്കത് പറയാനുള്ളത്. ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ്? ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്താണ്? ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയതെന്ന് ഈ അപ്പനായ റഗുവേലി ചോദിച്ചപ്പോൾ പെമ്മക്കൾ പറയുന്ന ഈ 19ാമത്തെ ആ വാക്യം നോക്കിയേ, എന്താണ് അവിടെ കാണുന്നത്? ഒരു മിസ്രൈമൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അല്ലെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലൈഫിൽ, നമ്മൾ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക പരിചയം കൊണ്ട്, ലോകത്തിൻ്റെതായ ജ്ഞാനം കൊണ്ടോ പവറും കൊണ്ടോ എന്തെങ്കിലും നമ്മൾ നേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്താ അവിടെ ദൈവത്തിന് മഹത്വമില്ല. ഇവിടെ എന്താ പറഞ്ഞ ഒരു മിസ്രൈമൻ ഹല്ലേലൂയ ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ പല ജ്ഞാനമോ വിദ്യാഭ്യാസമോ പല കാര്യമുണ്ടോ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അതിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഹല്ലേലൂയ. പിന്നീട് മോശ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നിന്നിട്ട് മോശ ചെയ്തപ്പോൾ ആ എല്ലാ കാര്യത്തിലും യെസ് ആമേൻ ഹല്ലേലൂയ വ്യക്തമായി നമുക്കറിയാം. ഹല്ലേലൂയ. അത് മോശ എന്നുള്ള വ്യക്തിയുടെ ഒരു പ്രഭാവമോ ശക്തിയല്ല, പക്ഷെ അതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാലോ, യോസഫിന്റെ കാര്യത്തിൽ, ദാനിയേലിന്റെ കാര്യത്തിൽ ഒരു ദിവ്യാത്മാവുള്ള ഒരു യോസഫ്, യെസ് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവുള്ള ദിവ്യ ജ്ഞാനമുള്ള ഒരു ദാനിയേൽ, ഹല്ലേലൂയ, എന്നൊക്കെ അവിടുത്തെ ആൾക്കാരും പറയുന്നതാണോ കണ്ടത്? ഇവിടെ എന്താ അവർ കണ്ടത്? ഒരു മിസ്രൈമൻ. ഹല്ലേലൂയ. മനസ്സിലായോ അതിന്റെ വ്യത്യാസം? ഹല്ലേലൂയ. നമ്മൾ നമ്മുടേതായ കഴിവുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. അത് മറ്റു മനുഷ്യർക്ക് പോലും ഹല്ലേലൂയ യെസ് ആമേൻ യെസ് ഹല്ലേലൂയ മനസ്സിലാകത്തക്കവണ്ണം, അതായത് ഒരു സാധാരണ ഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെതായ ഒരു കഴിവിന് അപ്പുറമായി ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ, അതെ, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ അത്തരൊരു ഡിഫറൻസിൽ ഹല്ലേലൂയ ഒരു അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യെസ് ആമേൻ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, യെസ് ഹല്ലെ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും അധികം കാര്യം ഹല്ലേലൂയ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സമയം നമ്മൾ അടുത്ത ആഴ്ച ഹല്ലേലൂയ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. വളരെ യെസ് ആമേൻ പ്രസക്തമായ കാര്യങ്ങളാണ്. യെസ് ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ദൈവത്തിന്റെ വഴി ഫണ്ടമെന്റലി ഹല്ലേലൂയ ഈ പറഞ്ഞ എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും യെസ് ആമേൻ ഹല്ലേലൂയ അവരുടെ ലൈഫിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ദൈവം എങ്ങനെ അവരെ നടത്തി, ദൈവത്തിന്റെ വഴി എന്താ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ആരെ ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കഴിവിനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളെയാണോ? അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? പക്ഷേ ഹല്ലേലൂയ അതിനൊക്കെ അപ്പുറമായി ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ നാമത്തിന് ഹല്ലേലൂയ ഗുണകരമാകുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മൾക്ക് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ പറയുന്ന ആ വഴി
വഴിയില് യെസ് ഹല്ലേലൂയ അവൻ്റെതായ ആലോചനയിൽ നടക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ത്രൂ ഔട്ട് നമുക്ക് യെസ് ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ നമുക്കിനി അടുത്ത ആഴ്ച അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.